നമസ്കാരം. സുഖം. 1-to-1 ഫിഷ് ഫാമിലേക്ക് സ്വാഗതം. ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബോക്സുകളും കാര്യങ്ങളും ഇവിടെ നിന്നാണ് നമ്മുടെ ആ ടേബിൾ എല്ലാം പാക്കേജും മോളീസ് ബ്രീഡിങ് പോണ്ടാണ് ഇത്. ഇതിൽ കണ്ടോ നിറയെ കുഞ്ഞുങ്ങളുണ്ട്. ഇത് അലിഗേറ്റർ എല്ലാം ഉണ്ട്. അരാപ്പൈമി അലിഗേറ്റർ. ഇതിന് നമ്മള് നമ്മുടെ ചാള, അയില അങ്ങനെയുള്ള കടൽ മീനുകളാണ് വാങ്ങി കൊടുത്തത്. എന്താ വലുപ്പല്ലേ? ഇതില് 3 വെറൈറ്റി ഉണ്ട്. നമ്മുടെ ആൽബിനോ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. ഇത് അത് ബ്രീഡായതിന്റെ കുട്ടികളെ നേരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കോൺവിക്ട് എന്ന് പറയും, വൈറ്റ് കോൺവിക്ട് എന്ന് പറയും. വൈറ്റ് കോൺവിക്റ്റിന്റെ ബ്രീഡിംഗ് അവർ ബ്രീഡായതിന്റെ കുട്ടികളാണ്. ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇവരെ ഇതിനേക്കാൾ കുറച്ചും കൂടി വലുതായ അടുത്ത സ്റ്റേജ് ആകുമ്പോൾ ഞങ്ങള് ഈ ടാങ്കിലേക്ക് മാറ്റും. സൈഡിലൊക്കെ സിക്കിലിഡ്സ് ആണ്. അവർക്കൊക്കെ ആൽഗ വാട്ടറാണ് ഇഷ്ടം. കണ്ട വരുന്നത് ആഫ്രിക്കൻ സിക്ലിഡിന്റെ. ഇത് ഞങ്ങൾ ബ്രീഡായി കഴിഞ്ഞാൽ നേരെ ഇതിൽ കൊണ്ടിട്ട് ഇതാണ് ഈ ടാങ്കിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്നത്. ക്രിക്കറ്റിന്റെ കുട്ടികൾ ഇതിൽ നമ്മുടെ ബ്ലൂ ആഹാര കുട്ടികളാണ്. മെത്തേഡാണ്. അതിലാണ് സ്പോഞ്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പിന്നെ ഫെറാമീറ്ററിൻസും അതുപോലെ തന്നെ ബയോ ബോൾസ് ഇട്ട് കുറച്ച് മെറ്റൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതിന് ആ സ്പോഞ്ചിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് അടിയിൽ കൂടെ വരുന്നു. ആ വെള്ളമാണ് ഇതിൽ കൂടെ മോളിൽ കൂടെ വരുന്നത്. അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ രാവിലെ ആണെങ്കിൽ നമ്മുടെ കയ്യിലെടുക്കും. നമ്മുടെ 1-to-1 ഫാം ഉണ്ട്, അതിന്റെ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അതിന്റെ എൻക്വയറി കണ്ടമാനം എന്റെ അടുത്ത് വരുന്നുണ്ട്. ശരി. അപ്പൊ അതിന്റെ ഭാഗത്ത് ഒരു മിനിറ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ആ വിളിക്കുന്നവർക്കൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാ. കാരണം നല്ല രീതിയിൽ ചെയ്യുന്ന 2 ഫാമുകൾ കൂടി ഉണ്ടല്ലോ. നമ്മുടെ കാഴൂരും ഒരു ഫാമുണ്ട്. ഇവിടെ ചെയ്യുന്ന കൃഷി രീതിയെ കുറിച്ചിട്ട് മുരളിയേട്ടൻ തന്നെ ഒന്ന് തന്നാൽ മതി. ഇവിടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാ ഫിഷുകളും ഉണ്ട്. എല്ലാ ഫിഷുകളും എന്ന് പറഞ്ഞാൽ ഓർണമെന്റൽ ഫിഷിന്റെ എല്ലാ വെറൈറ്റീസിനും നമ്മളിവിടെ ബ്രീഡ് ചെയ്യിച്ച് ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നു. ഇവിടെ എല്ലാം ബ്രീഡ് ചെയ്യിക്കുന്നു. ഇവിടെ തന്നെ സെയിൽ ചെയ്യുന്നു. ഇവിടെ തന്നെ എങ്ങനെ ഓൺലൈനിൽ കൂടെ നമ്മൾ ഓൾ കേരളയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് കേരളയിലേക്ക് നമ്മൾ കൊടുത്തിരുന്നു. പക്ഷെ അത് ആ കൊറിയർ സർവീസുകാർ ശരിക്കും ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അത് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇപ്പൊ ഓൾ കേരള നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമില്ല. മാർക്കറ്റിംഗ് പ്രശ്നമില്ല. ഏറ്റവും വലിയ പ്രശ്നം മാർക്കറ്റിംഗ് ആണ്. നമുക്കിപ്പോ ഇവിടെ മാർക്കറ്റിങ്ങിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. ഇവിടെ ഇപ്പൊ എല്ലാം ഇപ്പൊ നമുക്ക് എല്ലാം ഒരു നല്ല സെറ്റപ്പിലാണ്. ഇപ്പൊ ഈ 2 ദിവസം ഒരാഴ്ചയായിട്ട് വേനൽക്കാലത്തുണ്ടായ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മഴയുണ്ടായി. ആ മഴയിൽ കുറച്ച് ഇങ്ങനെ ഒരു കുറച്ച് വെള്ളങ്ങളൊക്കെ വറ്റിച്ചിട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴയായിരുന്നു. അപ്പൊ ഈ ഇലകളൊക്കെ മുകളിൽ അപ്പൊ അതിന്റെ കുറച്ച് നല്ല വെള്ളങ്ങൾ വീണ് അങ്ങനെ ഉണ്ടായിട്ടാണ്. ഇവരെല്ലാവരും ഇപ്പൊ നമ്മളോട് കുറച്ച് തീറ്റ തീറ്റ എടുത്തിട്ട് വരാം. എല്ലാം പറഞ്ഞിട്ട് ഇതിലിപ്പോ ഗോൾഡ് ഫിഷ് ഉണ്ട്, ഓസ്കാർ ഉണ്ട്, കോഴിക്കാർപ്പുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോണ്ടാണ്. ഇത് വലിയ പോണ്ടാണ്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കോഴിക്കാർപ്പിലേക്ക് ബ്രീഡ് ചെയ്യിച്ച ഒരു 2 ഇഞ്ച് 3 ഇഞ്ചുള്ള ഗൗരി ഉണ്ട്. ജയിന്റ് ഗൗരി മിക്സ് ആണ്. അപ്പൊ എല്ലാവരുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് വലിയ കുളത്തിലിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ വലിയ പോണ്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഗ്രോത്ത് ആവും. അതായത് ഒരു അക്വേറിയത്തിൽ കിടക്കണതിന്റെ ഇരട്ടി ഗ്രോത്ത് ആവും ഒരു ടാങ്കിൽ കിടക്കുമ്പോൾ. അതൊരു വലിയ പോണ്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 ഇരട്ടി ഗ്രോത്ത് ആവും. ഇതൊരു പുതിയ അറിവാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഓരോന്നും സെപ്പറേറ്റ് അല്ലേ കാണാറുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ 4 ഐറ്റം ഉണ്ടല്ലോ. ഇതില് 4-5 അല്ല, ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടല്ലോ. അവരെല്ലാവരും വളരെ ഉഷാറ്. ഇതിപ്പോ രാവിലെ ഞാൻ ഫുള്ള് തീറ്റ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ്. അല്ലാതെ അവര് എന്റെ കയ്യിൽ വന്നിട്ട് തീറ്റ വാങ്ങും. അപ്പൊ അത്രയ്ക്കും അവര് ഞങ്ങളായിട്ട് ഇങ്ങനെ അടുത്ത അവരിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ് ആയാലും അതിന്റെ മെയിലിനും അതിന്റെ ഫീമെയിലിനും മാത്രം പിടിച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ ഞങ്ങൾ ഫുൾ എയറേഷൻ കൊടുത്ത് സെറ്റപ്പ് ചെയ്തിട്ട് ഇവരെ ഇതില് കാണുന്ന എത്ര മാസം പ്രായം ഉണ്ടാവും? അത് വലിയ മത്സ്യങ്ങളില്ല. അതൊക്കെ ഒരു 12, 13, 14 മാസങ്ങൾ പ്രായമായിരുന്നു. ഇതിന് ഏകദേശം ഇതിന് എന്ത് വലിയ ഉണ്ടാവും? ഇതിപ്പോ നമ്മള് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോഴിയാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിന്റെ വലിയ പീസിനൊക്കെ ഒരു 8,000-10,000 ഒക്കെ വില വരും. ഇതിപ്പോ ഒരു 16 ഇഞ്ച് 18 ഇഞ്ച് ഒക്കെ റേറ്റ് ഉണ്ട്.
റേറ്റ് അത് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഫാം ആയതുകൊണ്ട് നമ്മള് ആ റേറ്റിൽ കൊടുക്കുന്നു മാത്രം. അപ്പൊ അത് ബ്രീഡിങ്ങിന് ആവശ്യമായിട്ട് ആരെങ്കിലും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മള് ഇവിടെ സപ്ലൈ ഉണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ടല്ല കൊടുക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട്. ഇപ്പൊ ഇതിന്റെ ഫിൽറ്ററിംഗ് സിസ്റ്റം ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതെങ്ങനെയാണ് ഫിൽറ്റർ? ഇതിപ്പോ എന്താ വെച്ചാൽ ഇതിൽ നിന്നുള്ള എല്ലാ വെള്ളം വന്നിട്ട് അങ്ങനെ ബയോ ഫിൽറ്റർ അപ്പൊ അതില് നമ്മള് തെർമോമീറ്ററും അതുപോലെ അതിലുണ്ട്. ഇതാണ് ബഫർ സിസ്റ്റം. ഈ ബഫർ സിസ്റ്റം എന്തിനായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫിൽറ്ററിംഗ് സിസ്റ്റത്തിലൊക്കെ ചെറിയ ചെറിയ കപ്പകൾ അവരെല്ലാവരും ഈ ബഫർ കഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ഒച്ചിന്റെ ശല്യം എന്ന് പറയും. എല്ലാ ഫാമുകളിലും ഒച്ചിന്റെ ശല്യം കൂടുതലാണ്. അപ്പൊ ഈ ഒച്ചിന്റെ ശല്യം നമ്മൾ ഇവിടെ നമുക്കത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബഫർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ആ ബഫർ സിസ്റ്റമാണ് ആ നടക്കുന്നത് എന്തായാലും. അപ്പൊ ഇതാണ് നമ്മുടെ ഫിൽറ്ററിംഗ് സിസ്റ്റം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുരളിയേട്ടൻ ഈ രംഗത്തേക്ക് എത്ര വർഷമായി വന്നിട്ട്? ഇതിപ്പോ ഞങ്ങള് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്റെ മകനായിട്ടാണ് ഇത് തുടങ്ങിയത്. അവന്റെ ഒരു 5ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. കുട്ടിക്കാലം തൊട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ അന്ന് മുതൽ ചെറിയ ചെറിയ ഫിഷുകളായിരുന്നു. അതായത് നമ്മുടെ ഗപ്പി, പ്ലാറ്റി, ഫൈറ്റർ, അങ്ങനെ ചെറിയ ഫിഷുകളായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിലേക്ക് വന്നിട്ട് ഒരു 8-10 കൊല്ലത്തോളം ആവാറായി. കോവിഡ് കാലത്ത് പ്രവാസിയില്ലായിരുന്നു. അതെ അതെ, ഞാൻ പ്രവാസിയായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോ തന്നെ നമ്മളിത് കാരണം അവൻ ചെറിയ കൃഷികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് തോന്നി ചെറുത് മാത്രമല്ല വലിയ കൃഷികളും വേണം, എല്ലാ വർണ്ണങ്ങളുടെ കൃഷികളും വേണം. അവസാനിപ്പിച്ച് ഞങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ അല്ല കുടുംബപരമായിട്ടുള്ള സപ്പോർട്ടൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് അവരെ മാത്രമല്ല സപ്പോർട്ട്, ഞങ്ങളിത് ഡെവലപ്പ് ചെയ്തിട്ട് വന്നപ്പോ ഞങ്ങൾക്ക് ഫിഷറീസിന്റെ സപ്പോർട്ടാണ്. ഫിഷറീസിന്റെ സഹായം ഫിഷറീസിന്റെ സഹായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ലൈസൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഉണ്ട്, എല്ലാതും ഉണ്ടല്ലേ. അപ്പോ ഇത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഫാമൊക്കെ വലിയ സെറ്റപ്പിലൊക്കെ ചെയ്തു വന്നപ്പോഴാണ് ഒരു ദിവസം യാദൃശ്യമായിട്ട് ഫിഷറീസ് എത്തിക്കുന്നത്. അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള കോർഡിനേറ്റർ ആയിട്ടാണ് നമുക്കത് നടന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ പുള്ളി ആയിട്ട് ഇവിടെ ഫിഷറീസ് വകുപ്പിനെ കൊണ്ടുവന്നു. അങ്ങനെ ഫിഷറീസ് വകുപ്പ് എല്ലാം കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ മത്സ്യസമ്പത്ത് യോജനയിൽ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനും വേണ്ടിയിട്ട് ഇവിടുത്തെ ഫിഷറീസും കോർഡിനേറ്ററും എല്ലാവരും വളരെയധികം നല്ല താല്പര്യം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഫാമിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഈ ഫാം ഡെവലപ്പ് ചെയ്ത് എടുക്കുക മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ ആരും ഒരു ഈ രംഗത്തേക്ക് മാത്രമല്ല, അവര് പഴയ ആൾക്കാരുടെ ജീവിത രീതി മാറി ഇപ്പൊ എല്ലാവരും വളരെ മൊബൈലിലും അതുപോലെ പുറത്തുനിന്നുള്ള ഫുഡും കഴിച്ച് എല്ലാവരും ശാരീരികമായി മാനസികമായിട്ട് അവർ വേറൊരു രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവർ അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ട് അത് വളരെ നല്ലതാണ്. അപ്പൊ അവർക്ക് നമുക്ക് മണ്ണിനെ കുറിച്ച്, മത്സ്യത്തിനെ കുറിച്ച്, മരങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധവൽക്കരണം കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലിയോ അല്ലെങ്കിൽ 10 ജോലിയോ കോഴിക്കാർപ്പിനെയോ അല്ലെങ്കിൽ ഗപ്പിനെയോ അല്ലെങ്കിൽ പ്ലാറ്റിനോ അവർക്ക് കൊടുക്കും. അങ്ങനെ അവരോട് പറയും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ടാങ്ക് സെറ്റപ്പ് ചെയ്യുക, ആ ടാങ്ക് സെറ്റപ്പ് ഹെൽപ്പ് ആണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാറ്. അപ്പൊ അതിന് പഴയ ഫ്രിഡ്ജ് ബോക്സോ അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലിപ്പോ ഒരു ടാങ്ക് കിണറിനോട് ചേർന്നുണ്ടാവും. അപ്പൊ അതില് ഇതിനെ വളർത്തിയിട്ട് നമുക്ക് തന്നെ സപ്ലൈ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കുക. അപ്പൊ അത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് അവർ ഇതിനെ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സമയം മൊബൈൽ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ ടിവിയിലോ അവർക്കൊരു വരുമാനം ഇല്ല. അങ്ങനെയുള്ള സമയം മാറ്റി വെച്ചിട്ട് നിങ്ങൾ തന്നെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നു, അവർ വളർത്തി നമ്മൾ തന്നെ എടുക്കുന്നു. അത് നല്ലൊരു പരിപാടിയാണ്. അല്ല, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ പുതിയതായിട്ട് ഈ രംഗത്ത് വരുന്നവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പഞ്ചായത്തിന്റെ മുറ്റത്തൊരു മീൻതോട്ടം, അതുപോലെ തന്നെ വനിതകൾക്ക് അലങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവരൊക്കെ സഹായിക്കുമോ? ഇപ്പൊ നിങ്ങൾ കുട്ടികളെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെയ്യാൻ നല്ലൊരു മനസ്സ് ഉണ്ടാകുന്നു വിശ്വസിക്കുന്നു. ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഫാമിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി അതിനെ ബിസിനസ് ചെയ്ത് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചിന്താഗതി മാത്രമേ അല്ല. അങ്ങനത്തെ ഒരു ചിന്താഗതി ഞങ്ങൾ 2-3 സ്ഥാനത്തേക്ക് മാറ്റി. ഞങ്ങളുടെ 1ാം സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആർക്കും ഇതിനിപ്പോ പലരും ഇവിടെ വരാറുണ്ട്, ചേട്ടാ മീൻ വാങ്ങാൻ വന്നിട്ടില്ല. പക്ഷെ അവര് മീൻ വാങ്ങാൻ വന്നിട്ടുള്ളതല്ല,
അവർക്ക് എന്താ വെച്ചാൽ ഒരു ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹം. അത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരപ്പിക്കും എന്ന് പേടിച്ചുകൊണ്ട് അവർ പറഞ്ഞു മീൻ വാങ്ങാൻ. അങ്ങനെ കാണുന്നത്. പക്ഷെ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു ഫാം തുടങ്ങാനുള്ള ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ നിങ്ങൾ നമുക്ക് ഫാമിന് തന്നെ ഇവിടെ പഠന ക്ലാസ് പഠന ക്ലാസ് വയ്ക്കാം. നമ്മളൊക്കെ കഴിയാവുന്ന അത്ര ക്ലാസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കാനല്ലേ. അപ്പൊ അങ്ങനെ കൊടുത്ത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വളർത്തുക. നമ്മുടെ ഭാരതത്തിൽ ഒട്ടാകെ മീനിന്റെ എല്ലാ ഓർണമെന്റൽസിന്റെ വിപ്ലവം ഉണ്ടാക്കാന്നുള്ളതാണ് വിപ്ലവം. അപ്പൊ അതിന് നമ്മൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആര് വന്നാലും ഏത് സമയത്ത് വന്നാലും നമുക്ക് സപ്പോർട്ടാണ്. അതാണ് വേണ്ടത്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഇത്ര നേരം സഹകരിച്ചതിന് നന്ദി പറയാണ്. നമുക്ക് വീണ്ടും കാണണം. അപ്പൊ മറ്റേ പബ്ലിക്കിനൊക്കെ സഹായിച്ചു, ഈ രംഗത്ത് വരുന്നവരൊക്കെ നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഡിപ്പാർട്ട്മെന്റിന്റെ സഹായങ്ങളും ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.